ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ നമുക്ക് വീൽ അലൈൻമെന്റ് എപ്പോൾ ചെയ്യണം, അതുപോലെ തന്നെ വീൽ അലൈൻമെന്റ് ചെയ്യുന്നതിന് മുൻപായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം എന്നതിനെ കുറിച്ചൊന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ എപ്പോഴാണ് വീൽ അലൈൻമെന്റ് ചെയ്യുക? ഇതിന് മുൻപത്തെ വീഡിയോ നമ്മൾ പറഞ്ഞു എന്താണ് വീൽ അലൈൻമെന്റ് എന്നും എന്തൊക്കെ ആംഗിളുകളാണുള്ളതെന്നും. പക്ഷേ ഈ പറയുന്ന എല്ലാ ആംഗിളുകളും എല്ലാ വാഹനങ്ങളിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണോ? അതുപോലെ തന്നെ എപ്പോഴാണ് നമ്മൾ ഈ വീൽ അലൈൻമെന്റ് ചെയ്യേണ്ടതായുള്ള ഒരു ആവശ്യം, നമുക്ക് നമ്മുടെ വാഹനത്തിന് എപ്പോൾ വീൽ അലൈൻമെന്റ് ചെയ്യണം എന്നതിനെ കുറിച്ചൊരു വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അതായത് വാഹനത്തിൻ്റെ ടയർ വിയർ, ഒരു വാഹനത്തിൻ്റെ ഒരു പർട്ടിക്കുലർ ടയറിനോ എല്ലാ വീലുകൾക്കും അൺഈവൺ ആയിട്ടുള്ള ഒരു ടയർ വിയർ സംഭവിക്കുന്നു. വാഹനം ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ സ്ട്രൈറ്റ് ലൈനിൽ പോകുന്ന സമയത്ത് വാഹനം ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ പുള്ളിനായിട്ട് തോന്നുന്നു, സ്റ്റിയറിംഗിൽ വളരെ ഫോഴ്സ് ഉണ്ടാകുന്നതായിട്ട് തോന്നുന്നു. അതുപോലെ വാഹനം സ്ട്രൈറ്റ് പോകുന്ന സമയത്ത് സ്റ്റിയറിംഗ് വീൽ ഓഫ് സെൻറ്റർ ആയിരിക്കുന്ന അവസ്ഥ വരുന്നു. അതല്ലെങ്കിൽ സ്റ്റിയറിംഗ് വീലിൽ എന്തെങ്കിലും തരത്തിലുള്ള വൈബ്രേഷൻ സംഭവിക്കുന്നു. തുടങ്ങിയ സമയത്തൊക്കെയാണ് നമ്മൾ വീൽ അലൈൻമെന്റ് ഔട്ടായി എന്ന് തോന്നുന്നതായിട്ട് നമുക്ക്, അല്ലെങ്കിൽ വീൽ അലൈൻമെന്റ് ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കുന്ന ചില സിംറ്റംസ് ആണ് ഇതൊക്കെ. ഇനി എന്തുകൊണ്ടാണ് ഈ വീൽ അലൈൻമെന്റിൽ മാറ്റം വരുന്നത്? നമുക്കറിയാം, നമ്മുടെ വാഹനങ്ങളുടെയൊക്കെ സസ്പെൻഷൻ എന്ന് പറയുന്ന കോമ്പോണൻസ് കൂടുതലും റബ്ബർ ബുഷുകളുമായി ബന്ധപ്പെട്ട കുറേ കോമ്പോണൻസ് ആണ്. അതായത് കുറച്ച് കാലം കഴിയുന്നതനുസരിച്ച് അല്ലെങ്കിൽ യൂസേജ് അനുസരിച്ച് അതിന് വിയർ ആൻഡ് ടിയർ സംഭവിക്കുകയും അപ്പോൾ നേരത്തെ കൊടുത്തിരിക്കുന്ന ഫാക്ടറി സെറ്റായിട്ടുള്ള ആംഗിൾസിൽ നിന്ന് ചെറിയ ചെറിയ വേരിയേഷൻ സംഭവിക്കുകയും അത് വാഹനത്തിന് ഒരു അഡ്വേഴ്സ് എഫക്റ്റ് ആയിട്ടുണ്ടാവുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഓരോ പർട്ടിക്കുലർ പീരീഡിലും നമ്മൾ ഇത് വീൽ അലൈൻമെന്റ് ചെയ്യുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. എന്നാൽ എവിടെയെങ്കിലുമൊക്കെ പോയി നമുക്ക് വീൽ അലൈൻമെന്റ് ചെയ്തിട്ടൊരു കാര്യമില്ല. വീൽ അലൈൻമെന്റ് ചെയ്യാൻ പോകുന്നതിന് മുൻപായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് ഈ പിക്ചറിൽ കാണുന്ന പോലെ ഒരു വീൽ അലൈൻമെന്റ് റിപ്പോർട്ട്, വീൽ അലൈൻമെന്റ് കൃത്യമായിട്ട് ചെയ്ത് ഞാനൊരു റിപ്പോർട്ട് ആ മെഷീൻ തരും. നമ്മളെല്ലാം മെഷീൻ വീൽ അലൈൻമെന്റ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം റിപ്പോർട്ടുകൾ നമ്മൾ വീൽ അലൈൻമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ചോദിച്ചു വാങ്ങി നമ്മുടെ കയ്യിൽ വെക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടാമത്തെ കാര്യം അറിഞ്ഞിരിക്കേണ്ടത്, എല്ലാ വീൽ അലൈൻമെന്റ് ആംഗിളും സാധാരണ കാറുകൾക്കൊന്നും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ആകെ ഒരു ആംഗിൾ മാത്രമേ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. അതിനെ പറയും ടോ ഇൻ ടോ ഔട്ട്. ഇത് മാത്രമേ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. എന്നാൽ ചില വാഹനങ്ങളിൽ മാത്രമാണ് ക്യാമ്പറും കാസ്റ്ററും തുടങ്ങിയ ആംഗിൾസൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുക. അപ്പോൾ സാധാരണ നമ്മുടെ കൊച്ചു സെഡാൻ കാറുകളിലൊക്കെ, ഇപ്പം മാരുതി കാറുകളിലൊക്കെ നമുക്ക് ആകെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ഈ ഫ്രണ്ടിലുള്ള ടോ മാത്രമാണ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുക. ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഏതെങ്കിലും ഒരു മെഷീൻ ഷോപ്പിൽ പോയിട്ട് അല്ലെങ്കിൽ വീൽ അലൈൻമെന്റ് ഷോപ്പിൽ പോയിട്ട് വീൽ അലൈൻമെന്റ് ചെയ്യുന്നതിന് മുൻപിട്ട് അവരോട് കൃത്യമായിട്ട് ചോദിക്കുക, പ്രത്യേകിച്ച് പുതിയ വാഹനങ്ങളാണെങ്കിൽ ഈ വാഹനത്തിന് ആവശ്യമായ സ്പെസിഫിക്കേഷൻ നിങ്ങളുടെ മെഷീനിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ചോദിക്കുക. അപ്പം നമ്മളൊരു പുതിയ വാഹനം വാങ്ങി, 2021 മോഡൽ ഒരു പുതിയ വാഹനം വാങ്ങിയിട്ട് അത് ജനുവരിയിൽ വാങ്ങി 6 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് അലൈൻമെൻറ്റ് ചെയ്യണമെന്ന് തോന്നി അലൈൻമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ അലൈൻമെൻറ്റ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ അത് ചെയ്യുന്നതിന് മുൻപായിട്ട് ഈ മെഷീനകത്ത് എപ്പോഴും ഒരു സ്പെസിഫൈഡ് വാല്യൂ കൊടുക്കണം. അതായത് മാനുഫാക്ചറർ പറഞ്ഞിരിക്കുന്ന സെറ്റ് വാല്യൂ മെഷീനകത്ത് സെറ്റ് ചെയ്താൽ മാത്രമേ ഈ വാഹനത്തിൻ്റെ ആംഗിള് ഔട്ടാണോ അതല്ലെങ്കിൽ കറക്റ്റ് ആണോ എന്ന് അറിയാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ അത് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യാതെ ഏതെങ്കിലും ഒരു നമ്പർ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അലൈൻമെൻറ്റ് മൊത്തം ആ മെഷീൻ തെറ്റായിട്ട് കാണിച്ചു തരും. അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കാം? വാഹനത്തിൻ്റെ പല പ്രശ്നങ്ങളും, ഏറ്റവും കൂടുതൽ പ്രശ്നം ടയർ വിയർ ഉണ്ടാവുക എന്നുള്ളതാണ്. എന്നാൽ ടയർ വിയർ വളരെ പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കില്ല. ഒരു 500-1000 കിലോമീറ്റർ ചിലപ്പോൾ ഓടിയാലൊന്നും ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. ചിലപ്പോൾ 5000-10000 കിലോമീറ്റർ ഓടുമ്പോഴായിരിക്കും ചിലപ്പോൾ വരിക. എന്നാൽ വളരെയധികം വ്യത്യാസം ഉണ്ടെങ്കിൽ ഒരു 1000-1500 കിലോമീറ്റർ ഓടുമ്പോഴേക്കും നമുക്ക് ഒരു സൈഡ് ചെത്തിപ്പോകുന്നൊക്കെ ആയിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം, ആ മെഷീൻ ഷോപ്പിൽ ചോദിക്കുക, ഇതിന് ഏറ്റവും പുതിയ വാഹനമാണ്, ഇതിനാവശ്യമായ സ്പെസിഫിക്കേഷൻ നിങ്ങളുടെ മെഷീനിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. ഇല്ല എന്ന് പറയുകയാണെങ്കിൽ അവിടെ ഒരു കാര്യം ചെയ്യരുത്. ഇനി അവിടെ എല്ലാം ഓക്കെ ആണെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ആ വീൽ അലൈൻമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിപ്പോർട്ട് മസ്റ്റായിട്ട് എടുത്തു വെച്ചിരിക്കണം. അതിൻ്റെ ബിഫോർ ആഫ്റ്റർ അഡ്ജസ്റ്റ്മെൻ്റ് ഇരിക്കുക. അത് മുൻപ് എന്തായിരുന്നു, അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം എന്തായിരുന്നു എന്നുള്ളത് നമ്മൾ വ്യക്തമായിട്ടുള്ള ആ റിപ്പോർട്ട് എടുത്തു വെക്കുക എന്നുള്ളതാണ് നമ്മുടെ ഫ്യൂച്ചറിൽ ആവശ്യമാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, ടയർ വിയർ സംഭവിക്കുന്നത് വളരെ പെട്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അതിന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യേണ്ടതായിട്ട് വരും. കുറച്ച് കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ ടയർ മുഴുവൻ ചെത്തിപ്പോയെന്നതായിട്ട് നമ്മൾ കാണുന്നത്. അതുപോലെ വീൽ അലൈൻമെന്റ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക, അവർ ടയർ പ്രഷർ കൃത്യമായിട്ട് ചെക്ക് ചെയ്യുന്നുണ്ടോ, ശരിക്കും റൈഡ് ഹൈറ്റൊക്കെ അളന്നിട്ട് വേണം ചെയ്യാനായിട്ട്. അതൊക്കെയാണ് അതിൻ്റെ പ്രൊസീജിയർ. അതൊക്കെ എല്ലാവരും ചെയ്യുന്നുണ്ടോയെന്ന് കൃത്യമായിട്ട് നോക്കിയാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. പക്ഷേ ടയർ പ്രഷറെങ്കിലും മിനിമം കൃത്യമായിട്ട് അവർ വെക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം, അത് ശ്രദ്ധിക്കണം. കാരണം ഒരു ടയർ പ്രഷർ എന്ന് പറഞ്ഞാൽ ആ ടയറിൻ്റെ വലിപ്പത്തിൽ വരുന്ന വ്യത്യാസം തന്നെ ആംഗിളിലും വ്യത്യാസം വരുത്തും എന്നുള്ളതാണ്.
അപ്പോൾ അതൊക്കെ കറക്റ്റ് ആയതിനു ശേഷം മാത്രമേ ടയർ വീൽ അലൈൻമെൻറ്റ് ചെയ്യാനായിട്ട് പാടുള്ളൂ. വീൽ അലൈൻമെൻറ്റ് അപ്പം ഈ വീഡിയോയിൽ നിങ്ങൾക്ക് വീൽ അലൈൻമെൻറ്റ് എപ്പോൾ ചെയ്യണമെന്നും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, വീൽ അലൈൻമെൻറ്റ് ചെയ്യുന്നതിന് മുൻപ് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നുള്ളതും ചെയ്തതിന് ശേഷം ആ പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കുന്നതിനെക്കുറിച്ചും ഒക്കെ മനസ്സിലായി വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിൽ വീൽ പലതരത്തിലുള്ള ആംഗിളുകളും ആ വീൽ ആംഗിളുകൾ വാഹനത്തിൻ്റെ ഓപ്പറേഷനെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചും നമ്മൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.